മുനമ്പം ഭൂമി പ്രശ്ന പരിഹാരത്തിന് വഖഫ് വസ്തുക്കൾ ഏറ്റെടുത്ത് കൈമാറുന്നതും സർക്കാർ പരിഗണിക്കുന്നു. മുനമ്പം ഭൂമി വിഷയത്തിൽ പരിഹാര നിർദ്ദേശങ്ങളിൽ മുനമ്പം കമ്മീഷൻ റിപ്പോർട്ട് ഈ മാസം അവസാനം സമർപ്പിക്കും. CN രാമേന്ദ്രൻ നായർ കമ്മീഷൻ ഈ മാസം 28-ന് മുഖ്യമന്ത്രിക്ക് നേരിട്ട് റിപ്പോർട്ട് സമർപ്പിക്കും. 2024 നവംബറിലായിരുന്നു മുനമ്പം ഭൂമി വിഷയത്തിൽ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയത്. കമ്മീഷൻ ഓഫ് എൻക്വയറീസ് ആക്ട് പ്രകാരമായിരുന്നു വിജ്ഞാപനം. 3 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനായിരുന്നു നിർദ്ദേശമെങ്കിലും സർക്കാരിന് തിരിച്ചടിയായി ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം ഹൈക്കോടതി അസാധുവാക്കിയിരുന്നു. ജുഡീഷ്യൽ കമ്മീഷന് തുടരാമെന്ന് പിന്നീട് ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചതോടെയായിരുന്നു കമ്മീഷൻ നടപടികൾ തുടർന്നത്. റിപ്പോർട്ട് കൈമാറിയാലും ഹൈക്കോടതി അനുമതിയോടെയായിരിക്കും റിപ്പോർട്ടിന്മേലുള്ള നടപടികൾ. മുനമ്പത്ത് വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ച സാധാരണ ജനങ്ങളുടെ ഭൂമി വഖഫാണോ അല്ലയോ എന്ന് ജുഡീഷ്യൽ കമ്മീഷൻ പരിശോധിച്ചിട്ടില്ല. എന്നാൽ ഭൂമി നഷ്ടപ്പെടൽ ഭീഷണിയുള്ളവർക്ക് അനുകൂലമാകുന്ന വിധം എന്തെല്ലാം നടപടികൾ സ്വീകരിക്കാമെന്ന് റിപ്പോർട്ടിലുണ്ടാകും. പൊതുജന താൽപര്യമുള്ള ഘട്ടങ്ങളിൽ വഖഫ് ഭൂമി സർക്കാരിന് ഏറ്റെടുക്കാൻ കഴിയുന്ന നിയമ സാധ്യതകളും റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തുമെന്നാണ് സൂചന. കമ്മീഷൻ നിരവധി സിറ്റിംഗുകൾ നടത്തുകയും വഖഫ് ഭൂമിയാണ് മുനമ്പത്തുള്ളതെന്ന് വാദിക്കുന്നവരുടെയും വഖഫ് ഭൂമിയല്ല ഇതെന്ന് രേഖകൾ സഹിതം ചൂണ്ടിക്കാണിക്കുന്നവരുടെയും വാദങ്ങൾ കമ്മീഷന് എഴുതി നൽകിയിട്ടുമുണ്ട്. ഇതെല്ലാം പരിശോധിച്ചായിരിക്കും റിപ്പോർട്ട്. മെയ് 27 വരെയാണ് കമ്മീഷന്റെ കാലാവധി. മുനമ്പത്തെ 404 ഏക്കർ ഭൂമിയിൽ വഖഫ് ബോർഡ് ഉയർത്തിയ അവകാശവാദമാണ് പ്രശ്നങ്ങളുടെ തുടക്കം. 217 ദിവസം പിന്നിടുന്ന മുനമ്പം ഭൂസമരം ഇപ്പോഴും തുടരുകയാണ്. ജനം, കൊച്ചി. മലപ്പുറം കാളിക്കാവിൽ ആളെക്കൊല്ലി കടുവയെ പിടികൂടാൻ ദൗത്യം ഇന്നും തുടരും. ഇന്നലെ പ്രദേശത്ത് 2 കൂടുകൾ സ്ഥാപിച്ചു. 50ഓളം ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട്. വയനാട് മുത്തങ്ങയിൽ നിന്നുള്ള കുഞ്ചു, കോന്നി, സുരേന്ദ്രൻ എന്നീ കുങ്കിയാനകളെയും സ്ഥലത്തെത്തിച്ചിട്ടുണ്ട്. ഡോക്ടർ അരുൺ സക്കരയുടെ കീഴിലുള്ള ഡോക്ടർമാർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. 20 പേരടങ്ങുന്ന 3 സംഘമായാണ് തിരച്ചിൽ നടത്തുന്നത്.